ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവാസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് സൺസ്ട്രോക്ക്, എന്താണ് സൂര്യാഘാതം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സൂര്യാഘാതം അമിത ചൂട് മൂലം അല്ലെങ്കിൽ അമിത ചൂട് കാരണം ശരീരകോശങ്ങൾ ക്രമാതീതമായി നശിക്കുന്നതിനെയാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. അതായത് ഈ സൂര്യാഘാതം ഏൽക്കാനുള്ള ചാൻസുകൾ അല്ലെങ്കിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള അവസരങ്ങൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, കൂടുതൽ ചൂടത്ത് അല്ലെങ്കിൽ അമിത ചൂടത്ത് കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർക്കാണ് ഇത് പെട്ടെന്ന് ഏൽക്കുക സൂര്യാഘാതം. കുട്ടികളിലും പ്രായമായവരിലും ഇത് പെട്ടെന്ന് ഏൽക്കുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് തലച്ചോറ്, കരൾ, വൃക്കകൾ, ഹൃദയം, ശ്വാസകോശം എന്നീ ആന്തരിക അവയവങ്ങളെ ഇത് പെട്ടെന്ന് ബാധിക്കും. അതുകൊണ്ട് തന്നെ മരണം പോലും സംഭവിച്ചേക്കാവുന്ന ഗുരുതര പ്രശ്നമാണ് ഈ സൂര്യാഘാതം എന്നത്. അമിത ചൂട്, അതായത് അമിത ചൂടുള്ള സമയത്ത് വെള്ളം കുടിക്കാതിരുന്നാലും ഇത് സൂര്യാഘാതത്തിന് കാരണമാകും. ഇതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സൂര്യാഘാതം ഏൽക്കുകയാണെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ട് തണുത്ത വെള്ളം കൊണ്ട് ദേഹമാസകലം തുടയ്ക്കുക. അതോടൊപ്പം ഐസ് കഷത്തിലും തുടയിടക്കിലും വയ്ക്കുക. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുക തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രാഥമിക ചികിത്സ എന്ന് പറയുന്നത്. ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ മരണം പോലും സംഭവിച്ചേക്കാവുന്നൊരു ഗുരുതര പ്രശ്നമാണ് സൂര്യാഘാതം എന്നത്. അപ്പോൾ ഒരു ദിവസം കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം, എങ്കിലേ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥയൊക്കെ എന്താണെന്ന് വെച്ചാൽ, ചൂട് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും വെയിലത്തൊക്കെ ജോലി ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കാരണം കൂടുതലുള്ള ദിവസങ്ങളിൽ വെയിലത്ത് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നതെന്ന് പറയാം. മസ്റ്റായിട്ട് 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. അതോടൊപ്പം ബിയർ, മദ്യം, കൃത്രിമ ശീതളപാനീയങ്ങൾ എന്നിവ ഒഴിവാക്കിയിട്ട് വെള്ളം തന്നെ വേണം കുടിക്കുവാനായിട്ട്. അതോടൊപ്പം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക. അതൊക്കെ ശരീരത്തിൽ ജലാംശം വർദ്ധിക്കുന്നതിന് കാരണമാകും സൺസ്ട്രോക്ക്, സൂര്യാഘാതം എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.